നമസ്കാരം. സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും വളരെ സന്തോഷം. ഇന്നത്തെ വ്യത്യസ്തനായ അതിഥിയെ തേടി സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കോളിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഒരു പ്ലാവിൻ്റെ മണ്ടയിൽ ഒരു അതിഥി ഒരു 12-1 മണിയായിട്ട് കയറിയിരിക്കുന്നത്. അവിടെ ആ സമയം തൊട്ട് പാവപ്പെട്ട നമ്മുടെ നമ്മുടെ ഫയർഫോഴ്സിൻ്റെ ഓഫീസർമാരൊക്കെ ഒന്ന് അവിടെ മെനക്കെട്ട് നിൽക്കുകയാണ്. ഒരുപാട് സമയമായി. അപ്പം നമ്മളെ വിളിച്ചത് ഇപ്പോൾ ഒരാഴ്ച അരമണിക്കൂർ ഫയർഫോഴ്സിൻ്റെ സാറാണ് വിളിച്ചത്. അപ്പോൾ നമ്മൾ അരമണിക്കൂറായി നമ്മൾ പെട്ടെന്ന് വന്നു. അപ്പോൾ ഒരുപാട് മേളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് പോയി നോക്കാം എന്താ ചെയ്യാൻ പറ്റുക, എങ്ങനെ എടുക്കാൻ പറ്റുക നോക്കാം. പോകാം നമുക്ക് നമ്മുടെ അതിഥിയെ കണ്ട സ്ഥലത്തേക്ക്. നമസ്കാരം സാറേ, സുഖമായിരിക്കുന്നല്ലോ? എന്തുണ്ട് വിഷയം? ഒരുപാട് പണിയല്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഇതും പണിയാണ്. ഒന്നത് ഫുൾ ടൈം പണിയാണ്. മഴ പെയ്താൽ നിങ്ങൾക്ക് ഒരു റെസ്റ്റ് ഇല്ല. ഇതിനിടെ കൂടെ ഇതും പണി, മഴ ഇല്ലെങ്കിലും പണി. ഇത് ഇപ്പം എത്ര മണിക്കും സാർ? ഇവിടെ 3 നമ്മളെ വിളിച്ചതാണ്. 3 ആ സമയം തൊട്ട് ഇവിടെ ഉണ്ട്. ഒരു സ്നേക്ക് ക്യാച്ചർ ഉണ്ടായിരുന്നു. പുള്ളി ഇതിന് നമ്മൾ ലാഡർ ചാരി കൊടുത്താൽ ഇത് കയറി ചെയ്യാന്ന് പറഞ്ഞു. കുറേ നേരം പുള്ളി അതിനെ മണ്ടേ കയറി ഇതിനെ തട്ടി താഴെ ഇറക്കാൻ ശ്രമിച്ചു. ഏതാണ്ട് ലാഡറിന്റെ അതുവരെ വന്നു, ചുറ്റി തിരിഞ്ഞ് വീണ്ടും കയറി വീണ്ടും മേളിലേക്ക് പോയി. മേളിലേക്ക് പോയി. പിന്നെ പുള്ളിക്ക് പറ്റുന്നില്ല എന്ന് അറിഞ്ഞു നേരെ കണ്ടല്ലോ. നമുക്ക് ഏറ്റവും മേളിൽ നമ്മുടെ ഓണർ, പാമ്പിൻ്റെ ഓണർ. അല്ല, പാമ്പിൻ്റെ ഓണറാണ്. വീടിൻ്റെ ഓണർ എന്ന് പറയാൻ പറ്റില്ല. വീടിനകത്തല്ലേ പനം നിൽക്കുന്നു. അവനങ്ങനെ പാമ്പിൻ്റെ ഓണറല്ലെന്ന് പറയുന്നത്. പേര് ശിവപ്രകാശ്. സന്തോഷം. സന്ധ്യ വരുന്നു. അപ്പോൾ എല്ലാ ആൾക്കാരൊക്കെ ഇങ്ങനെ ആവശ്യമായിട്ട് നിൽക്കണം. സാർ നമുക്ക് സമയം കളയണ്ട. നിങ്ങളുടെ സമയം വിലപ്പെട്ടാണ്. നമ്മൾ സമയം കളയുന്നില്ല. നമുക്ക് പരമാവധി അതുവരെ പോകുള്ളൂ അല്ലേ സാറേ? അല്ലെങ്കിൽ നമുക്ക് കവരം കോതിയാലേ, ആ കവരം കോതി വീണ്ടും കുറച്ച് വെക്കി ഇവിടെ. അപ്പം ഞാൻ കവരം കോതിത്തരാം. ഇതൊരു 3-4 മണിക്കൂറായി. ഓഫീസർമാരോട് വന്നിട്ട് 4 മണിക്കൂറോളായി, 3-3.5 മണിക്കൂറോളായി. ഇനി നമ്മൾ സമയം കളയുന്നില്ല. അത് നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത്. നമുക്ക് ഇനി ഇപ്പോൾ ചെയ്യാൻ പറ്റും. ഇവരെ സാന്നിധ്യം അപാരമാണ്. ഇവരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഏണികൾ കിട്ടുള്ളൂ. അപ്പോൾ ഈ മേളിക്കര കവരൊക്കെ കോതിയിട്ട് തോട്ടയ്ക്ക് തട്ടി താഴെ കൊണ്ടുവരണം. അതേ ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ ഒരാൾ വന്ന് നോക്കിയിട്ടേ. പക്ഷേ അദ്ദേഹത്തിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവനവൻ്റെ ജീവൻ രക്ഷിക്കേണ്ട അവനവൻ്റെ ചുമതലയാണ്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരും കൈയേക്കത്തില്ല. നമുക്ക് മറ്റേ പൈപ്പ് എത്തും. ഇത് ശകലം കൂടെ ഹൈറ്റ് കിട്ടിയാൽ മതി. വേറൊന്നിന്റെ ആവശ്യം വരുന്നില്ല. ഈ കവട്ട കിട്ടിയാൽ മതി. ഇതാണോ? ഇതാണോ? ഇതല്ലേ? ഇത് മതിയല്ലോ. അല്ല, നമുക്കിത് മതി. ഇത്രേ ഉള്ളൂ. നമുക്കിവിടെ ആയിരിക്കണേ. ഈ കവരോ? അല്ല, ഇത് അങ്ങോട്ട് പോയാൽ ലാഡർ സീറ്റിംഗ് ആവൂല. തൂക്കനെ നിൽക്കുകയുള്ളൂ. തൂക്കൻ ഇങ്ങനെ മാറി ഇങ്ങനെ നിൽക്കുകയല്ല, ഇങ്ങനെ നിൽക്കുകയുള്ളൂ. ഇതിൽ സീറ്റിംഗ് ആക്കിയാൽ മതി. ഇതിലെടുത്തിരുത്തിയാൽ ഇത് നമുക്ക് അപ്പോൾ കറക്റ്റ് ക്ലിപ്പ് അങ്ങ് ഇരുന്നോളും. നമ്മൾ തട്ടിയാലും മുട്ടിയാലൊന്നും പിന്നെ അനങ്ങൂല. ഈ ക്ലിപ്പിലിട്ടാൽ മതി. അത്രേ ഉള്ളൂ. ലേശം മതി. പിന്നെ ഇത്രയും കൂടെ കയറല്ലേ വേണമെങ്കിൽ. കൂടുതൽ പൊക്കിയാലും കാര്യമില്ല. കൂടുതൽ മുകളിൽ പോയിട്ടും കാര്യമില്ല. അതവിടെ ആ ഒരു ലോക്ക് ചെയ്യില്ല. അതൊന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തട്ടി താഴോട്ട് കൊണ്ടുവരാനേ പറ്റുള്ളൂ. താഴേക്ക് വലിച്ചിടാൻ വേണമെങ്കിൽ വലിച്ചിട്ടാൽ ചിലപ്പോൾ എന്താ പറയുക, തറവിണി ചത്തുവും.
താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. താഴേക്ക് ഈ കവരത്തിലേക്കോ ഈ തെങ്ങിലേക്കോ ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. സാറേ തന്നേക്കോ തോട്ടാ. നമ്മൾ ഓർഡർ എടുപ്പേ പോണു. പിന്നെ കട്ട് ചെയ്ത് തൂക്കി ഇറക്കാനോ വേണ്ട. ആ കവരെ വെട്ടിയാൽ ചിലപ്പോൾ ഇവിടുന്ന് അപ്പുറത്തെ കവരത്തിലോട്ട് ഇപ്പുറത്തെ ഇങ്ങനെ പോയിരിക്കുകയുള്ളൂ. നല്ല കുത്തുകൊണ്ട് പോയി ഏതാണ് അവൻ പോകാതെ അവിടുത്തെ അല്ലെങ്കിൽ ഒരു തട്ടിട്ട് പിന്നെ അടുത്ത കവരത്തിലോട്ട് മാറേണ്ടതാണ്. മാറുന്നില്ല. ആ കവരത്തിനെ ചുറ്റി അങ്ങിരിക്കും. അതല്ലെങ്കിൽ രാത്രിയെ ഒന്നും നടക്കില്ല. സന്ധ്യ ഒന്നും നടക്കും. ഇനി രാത്രിയൊക്കെ വെട്ടം കൂടെ പോയി ഒന്നും നടക്കില്ല. ഇവർക്കൊക്കെ റിസ്ക് ആണ് നമുക്ക് ഇവരെയൊക്കെ നിർത്താൻ. അതിനല്ലത് കമ്പ് തൂക്കി ഇറങ്ങണം. ഇട്ടാൽ പോയി തറ വീണ ചത്തു. ആ ഒരു ശിഖരം മാത്രം തൂക്കി കുരുക്കിട്ട് തൂക്കി ഇറങ്ങണം. അല്ല വെട്ടിയിട്ട് അല്ല മറ്റേ കട്ടർ വെച്ച് അടിച്ചിട്ട് അല്ല അടിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ മറ്റേ കവരത്തിൽ ഇവിടുന്ന് മാറി അപ്പുറത്തോടെ പോകണം. എല്ലാം ശിഖരം ടച്ചായി കിടക്കണം. ഇപ്പം നല്ല പേടിച്ചിരിക്കണം. ചാടൂല. ചുറ്റി ചുറ്റി ഇരിക്കുകയുള്ളൂ. തോട്ടകളിൽ മുറിഞ്ഞു പോലും.
നമ്മളെന്തായാലും നമ്മൾ മേളിൽ കയറി തട്ടി നോക്കി. പക്ഷേ നേരത്തെ ആരൊക്കെ അതിനെ തട്ടി ശ്രമിച്ചപ്പോൾ പേടിച്ചിട്ട് കവരത്തിനിടെ കുരുങ്ങി. സാധാരണ നമ്മൾ അറിയാമല്ലോ, നമ്മൾ തട്ടുമ്പോൾ തന്നെ അത് താഴേക്ക് ചാടുകയും അടുത്ത കവരത്തിലേക്ക് പോയി. ഇത് അങ്ങനെയല്ല, ചുറ്റി തന്നെ അവിടെ തന്നെ. അപ്പോൾ പേടിച്ചിട്ടിരിക്കണം. അപ്പോൾ ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ കവരം കട്ട് ചെയ്ത് തൂക്കി ഇറക്കിയല്ലോ, അല്ലെങ്കിൽ വെളുക്കോൾക്ക് ഇവിടെ ഇരിക്കാനേ പറ്റുള്ളൂ. ഒരിക്കലും ഇറങ്ങത്തില്ല, വെളുക്കോൾക്ക് അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ. തോട്ടയ്ക്ക് വലിച്ച് പിടിക്കാൻ പറ്റും. തോട്ടയ്ക്ക് വലിച്ച് പിടിച്ചാൽ പൊട്ടിപ്പോരും. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ്, ഒരാളിനെ വിളിക്കാൻ പോയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെന്തായാലും രാത്രിയായി. ഇപ്പോൾ മരം മുറിക്കാനുള്ള ആൾ വന്നിട്ടുണ്ട്. അവർ കവരം കോതി ഇറങ്ങും. നല്ല ജനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ പ്രിയപ്പെട്ട ജനങ്ങൾ പറഞ്ഞ് നിങ്ങൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ പലരും സായം സന്ധ്യയാണ്, പല സ്ഥലത്തു നിന്ന് പല ആൾക്കാർ പല സ്വഭാവക്കാരാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പരമാവധി ഉള്ളവർ അവനോണ്ട് സേഫായിട്ട് മാറി നിൽക്കണം, നോക്കി നിൽക്കണം. നമ്മളെന്തായാലും അതിനെ വെട്ടി തൂക്കി ഇറക്കാനുള്ള പറഞ്ഞ ഒരു ചെറുപ്പം പയ്യൻ, കൊച്ചു പയ്യൻ കയറിയിട്ടുണ്ട്. അത് വെട്ടി അതിന് കവരങ്ങൾ കോതിക്കൊണ്ടിരിക്കും. നമുക്ക് എന്തായാലും നോക്കാം ഇത് ഏതറ്റം വരെ പോകുന്നുള്ളത്. പിടിക്കട്ടാ അച്ചു ഉടുപ്പും കൂടെ അവിടെ തന്നെ ഇറങ്ങാം കേട്ടാ. ഉടുപ്പ് കയറ്റില്ല, കയറ് ചുറ്റിയെടു. ഈ ആണില്ലാണ്. ഒരു മിനിറ്റ് മക്കളെ, നിങ്ങളെ ഉറപ്പ് കയറി തട്ടെ. നമ്മൾ അടിക്കണതേ ഈ ഡബിൾ ഷെയറല്ല അടിക്കണത്. ഈ ഡബിൾ ഷെയർ അച്ചു അടി എവിടെ വരും? അടി ഇത് മതിയാ? അതായാലും മതി. അച്ചു എന്നെ നോക്കടാ, ടോർച്ച് മാറ്റടാ. എവിടെ വെച്ചാ അടിക്കണം? അവിടെ വെച്ചാ മുക്കാ ഭാഗം അടിച്ച് വെച്ചിട്ട് ഇറങ്ങി വരണം കേട്ടാ. എന്തായാലും ഭയങ്കര ബഹളം, നല്ല ക്രൗഡാണ്. നമ്മൾ പണ്ടറിയാലോ, നമ്മൾ കൊളത്തപ്പെടുന്ന വലിയ രാജവമ്പാലെ മരത്തിൻ്റെ മണ്ണം തള്ളിയിട്ട് പിടിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു, നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഇത് നല്ല ഹൈറ്റാണ്. കൊച്ചു ചെറുപ്പക്കാരൻ മരം മുറിക്കാണ്ട് മേളിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവരെല്ലാം മാറാൻ പറഞ്ഞിട്ടുണ്ടോ. നിന്നൊടിഞ്ഞാൽ രക്ഷപ്പെട്ടില്ലേ? പണിയാണ് നിന്നൊടിഞ്ഞാൽ രക്ഷപ്പെട്ടു. വേണ്ട മതി, നോക്കാം ഇവിടെ നോക്കാം. അത് നിന്ന് ഒഴിച്ച് തൂക്കി ഇറങ്ങാനുള്ള വീടാ. ഇതിനപ്പുറം പോകില്ലല്ലോ, പോവോ സാറേ? നോക്കി 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 പറഞ്ഞു കഴിഞ്ഞു. പതുക്കെ പതുക്കെ ഒരു മിനിറ്റ് പിടിക്കരുത്. അല്ല പതുക്കെ 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 നിന്നൊടിയണം. അല്ല നിന്നൊടിയണം. അല്ല ലൂസ് ചെയ്താൽ പറ്റൂല. ഇറങ്ങിക്കോ 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 ഇറങ്ങിക്കോ
തൂക്കിറങ്ങിക്കോ, ഇറങ്ങി അത് ഇറങ്ങിക്കോ. ഈ കാര്യം ഇങ്ങോട്ട് വരും, ഈ കാര്യം ഇങ്ങോട്ട് പോ. പതുക്കെ 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 പതുക്കെ. ഇറങ്ങിക്കോ. എവിടെ പതുക്കെ ഇറക്ക്. ഈ തൂക്കിറക്ക്, ഇതറക്ക്. ഇറങ്ങിക്കോ. ഈ തൂക്കിറക്ക്, ഇതറക്ക്, മൂടിറക്ക്. തൂക്കിറക്ക്. നമുക്ക് എന്തായാലും അത് വിജയത്തിലേക്ക് എത്തി. കാരണം അവർ വളരെ സൂക്ഷിച്ച് പയ്യന്മാർ വളരെ നല്ല സൂക്ഷിച്ച് വളരെ സൗമ്യമായിട്ട് അവർ വളരെ സൂക്ഷിച്ചത് ഇറക്കി. ഇതാ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ആണാണ്. അപ്പൊ എന്തായാലും നമ്മുടെ പ്രത്യേകം നമ്മൾ ഒരു ബിഗ് സാല്യൂട്ട് ആർക്കെന്നറിയാം, നാട്ടുകാർക്ക്. അത് ഏറ്റവും അനിവാര്യം നമ്മുടെ ഫയർഫോഴ്സുകാർക്കാണ്. അത് നമുക്ക് നമ്മൾ ഒരിക്കലും നല്ലൊരു കൈയടി നമ്മളെ ഫയർഫോഴ്സുകാർക്ക് 2 മണിക്ക് അവരോട് വന്നതാണ്. അതിലുപരി നമ്മൾ നാട്ടുകാർ നല്ല സഹകരണം, നല്ല സമയം, നല്ല സഹകരണം, അടിപൊളി. അതുപോലെ നല്ല സൈസുള്ള ചെറുതൊന്നുമല്ല, നല്ല സൈസ്. ഇതൊക്കെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൂക്കി പഞ്ഞി വെച്ച് കൊടുത്താൽ എന്ന് പറയുമ്പോൾ നല്ല പ്രായമുള്ള നല്ലൊരു ആൺ അതിഥിയാണ്. അതായത് തല നോക്കൂ, വലിയ തല, രാജവമ്പാട ഒരു 3 വയസ്സുള്ള രാജവമ്പാട തലയിൽ അത്രയുണ്ട്. ഏകദേശം എൻ്റെ ഹൈറ്റ്, ഞാൻ 5 അടി 9 ഇഞ്ച്, 6 അടി കൂടുതൽ നീളമുണ്ട് ഇദ്ദേഹത്തിന്. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ചേട്ടാ ചാക്കിങ് എടുക്കോ. അപ്പോൾ നമ്മൾ എന്തായാലും ഒരുപാട് ആളുകൾ ഇതിനുവേണ്ടി മെനക്കെട്ടു. എന്തായാലും നമ്മൾ ആ വിജയത്തിലെത്തി. നമ്മൾ ഫയർഫോഴ്സിലെ സാറന്മാരോട് പറഞ്ഞുള്ളപ്പോൾ തന്നെ നമ്മുടെ മരം മുറിക്കാവുന്ന കൊച്ചു പയ്യൻ, അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് അറിയില്ല. അപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട നമ്മുടെ ചെറുപ്പക്കാരൻ നമ്മൾ മറന്നു പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്തായാലും നല്ല ഒരുപാട് ആളുണ്ട്. അപ്പോൾ നമ്മളതിനെ അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമ്മളെന്തായാലും ഇനി 10-60 അടി ഹൈറ്റ് ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ പയ്യൻ വളരെ നമ്മളെ സഹായിച്ചു. ഫയർഫോഴ്സുകാർ നമ്മൾ വളരെ ഒരു 4-5 മണിക്കൂർ അവർ കഷ്ടപ്പെട്ടു. എന്തായാലും എല്ലാവർക്കും ഒരു ബിഗ് സാല്യൂട്ട്, നാട്ടുകാർക്ക് ഒരു ബിഗ് സാല്യൂട്ട്. എന്തായാലും നമ്മൾ ഇന്നത്തെ അതിഥിയെപ്പിടിയുടെ വിശേഷം നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്ന അടുത്ത എപ്പിസോഡ് പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാവരുടെ നന്ദി. നമസ്തേ.